ലബനോനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഒരു പൊട്ടിത്തെറിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഹിസ്ബുള്ളയെ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ലബനാൻ സർക്കാരിന് മേൽ ശക്തമായ സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ള ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇടപെടണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അമേരിക്ക ഇതിന് തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ള അമേരിക്കക്ക് താക്കീത് നൽകിയതാണ്. ലബനോൻ, സിറിയ, ഇറാഖ് എന്നീ 3 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ഇപ്പോൾ ആക്രമണങ്ങൾ രൂക്ഷമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇറാഖിൽ നിന്നും ലബനോനിൽ നിന്നും അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ഇറാഖിൽ നിന്നും ഇസ്രായേലിലെ ഹൈഫ എയർപോർട്ടിന് നേർക്കാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായ കാത്തിബ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ എയർപോർട്ടിലുള്ള പവർ പ്ലാന്റിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രി മണിക്കൂറുകളോളം ഇസ്രായേലിലെ ഹൈഫ എയർപോർട്ട് ഇരുട്ടിലായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എയർപോർട്ടിന് നേരെ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഓഫ് ഇറാഖ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇന്നലെ രാത്രി ലബനോനിൽ നിന്നും ഹിസ്ബുള്ള 30 റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 10 റോക്കറ്റുകൾ ഇസ്രായേൽ സൈന്യം തകർക്കുകയും 20 റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലെ ഷമോന, കിരിയാത്ത് എന്നിവിടങ്ങളിൽ പതിക്കുകയും ചെയ്തു. ഇറാഖിൽ നിന്നും ലബനോനിൽ നിന്നും ഇന്നലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹൈഫ എയർപോർട്ടിന് നേരെ ഇറാഖിൽ നിന്നുമുണ്ടായ ഡ്രോൺ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്.